ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അശോക തെറ്റിപ്പൂവിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കുറുക്കാണ്. ഇത് വീട്ടിൽ ചെയ്യുന്നൊരു ഹോം റെമഡിയാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആർത്തവം നിലയ്ക്കാതെ നിൽക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അവർക്കിത് കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉപയോഗമായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് അശോക തെറ്റിപ്പൂവ് നന്നായിട്ട് മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയെടുത്ത് പ്രാണികളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മിക്സിയിൽ ആ പൂവും കുറച്ച് വെള്ളവും കൂടി മാത്രം ബ്ലെൻഡ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇത് നമ്മൾ അശോക തെറ്റിപ്പൂവിനെ കഴുകി വൃത്തിയാക്കി അരച്ചെടുത്ത ആ മിശ്രിതം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇതിൽ 1 സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് വറ്റി വരുമ്പം നമ്മൾ കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം ഇത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് ലംസ് ഒന്നും ഇല്ലാതെ കലക്കി വെക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പിടണം അതിനകത്ത്. എന്നിട്ട് ഇതിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പാലിൽ നമ്മൾ അരിപ്പൊടി മാത്രം ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ലംസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതിട്ട് നന്നായിട്ട് കുറുകി കഴിയുമ്പം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ തേങ്ങാപ്പാലും അരിപ്പൊടി മിശ്രിതമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കരുതോട്ട്. അങ്ങനെ ഏലക്ക ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടിങ്ങനെ ആറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 മിനിറ്റ്. ഇത് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ഹോം റെമഡിയാണിത്. അങ്ങനെ കുറുക്കായിട്ടുണ്ട്. ഇതാ നമുക്ക് കാണാം ആവി പറക്കുന്ന ഇതിനൊരു നല്ല സുഗന്ധമാണ്. അങ്ങനെ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ആശ്വാസം കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.